കൊടുക്കേണ്ട വില, കൊടുക്കേണ്ട വില ഇങ്ങോട്ട് പറഞ്ഞേ. ശുദ്ധീകരിച്ച രക്തത്തിന് കൊടുക്കേണ്ട വില കൊടുക്കണം. കേട്ടോ, മത്സരിക്കാനും കൂട്ടുപിടിക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ തുണിയുമ്പോ മനസ്സിലാക്കിക്കോണം, ഈ രക്തത്തിനോട് പ്രതികരിക്കുന്നത് മോശമായിട്ടാണ്. മനസ്സിലാകുന്നവരൊക്കെയുണ്ട്. തമ്പുരാനൊരു സ്തോത്രം പറയുന്നില്ല. സഭയെ കണ്ടത് ദാവീദിനെയല്ല മുന്നേ, സഭയെ കണ്ടത് അബ്രഹാമിനെയല്ല സഹോദരങ്ങളെ, സഭയെ കണ്ടത് അനുഗ്രഹമല്ല സഹോദരങ്ങളെ, വിശ്വാസ സംബന്ധമായ വെളിപ്പാടാകെ കണ്ടത്. രക്തത്തിന്റെ വില എന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറഞ്ഞു, ആമേ, ഭൂലോകത്തെക്കാൾ വിലയേറിയ യേശുവിന്റെ രക്തം. അവരുടെ വില 30 വെള്ളി സംഭവിച്ച സംഭവം എന്താണെന്നറിയാമോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. നല്ല കാശ് കൊടുത്ത് അവൻ കയർ മേടിച്ചു തേപ്പാച്ചായ തൂങ്ങിയിട്ട് ആ കയർ പോലും അവരെ അക്സെപ്റ്റ് ചെയ്തില്ല, പൊട്ടിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? രക്തത്തോടെ എങ്ങനെ പ്രതികരിക്കണം? അനുകൂലമായി പ്രതികരിക്കണം. വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, നിരൂപണം കൊണ്ട്, കേൾവി കൊണ്ട്, ബന്ധം കൊണ്ട്, ഇടപാട് കൊണ്ട് ആ രക്തത്തോട് പ്രതികരിക്കാൻ തമ്പുരാൻ തന്ന ഒരു ഉപദേശമുണ്ട്. ആ രീതിയിൽ വേണം അതിനോട് പ്രതികരിക്കാൻ. മനസ്സിലായവരൊക്കെ ഉണ്ട്. ദൈവത്തിനോട് മനസ്സിലാക്കുന്നു. യൂദാ എങ്ങനെ പ്രതികരിച്ചത്? രക്തത്തിന് അവരിട്ട വില 30 തൂങ്ങി കയർ പോലെ അവരെ അക്സെപ്റ്റ് ചെയ്ത ഓടിപ്പോയി. ബോഡി ചേതറിപ്പോയതെല്ലാം തുറച്ചു പോയല്ലേ. രണ്ടാമത്തെയാണ് കൂടെയുണ്ടോ? പിലാത്തോസ്. രണ്ടാമത്തെയാണ് ഞാൻ ചേർന്ന് പറഞ്ഞേ, ജാതീയ ഗവർണറായ പിലാത്തോസ് വെള്ളമെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഇതാരോട് നിങ്ങളോട് ഘോഷിച്ചോളാൻ. കുറ്റമില്ലാത്ത രക്തത്തിനെതിരെ അവൻ കൈ കഴുകിച്ച് പറഞ്ഞു, കൊണ്ടുപോയി ഘോഷിച്ചോളാൻ. കുറ്റമില്ല പിലാത്തോസ്. എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്തധികാരം യേശുവിനെ ഘോഷിക്കാൻ? കുറ്റമില്ലാത്ത രക്തത്തെ ഘോഷിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം പിലാത്തോസേ? ചരിത്രം പറയുന്ന മക്കളെ, സഹോദരങ്ങളെ, മരണം വേണം. മാനസിക രോഗിയായിരുന്നു. മനസ്സിലായോ? മരണം വരെ. കാരണം രക്തത്തോട് പ്രതികരിച്ചു. എങ്ങനെ? കുറ്റമില്ല എന്ന് കണ്ടിട്ട് കൊണ്ടുപോയി ക്രൂശിച്ചോളാൻ പറയും. സ്തോത്രം. ദൈവസന്നിധി സ്തോത്രം പറയാൻ പറ്റും. ഈ വിശുദ്ധ സഭായോഗം എന്റെ വിടുതലാണെന്ന് കൈ ഉയർത്തി പറയാൻ പറ്റുന്നവരുണ്ട്. ഈ തിരുമേശയുടെ ശുശ്രൂഷ ഇന്ന് രാവിലെ എന്റെ സൗഖ്യമാണെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്. ഈ തിരുമേശയുടെ ശുശ്രൂഷ എന്റെ മാറ്റമാണെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്. ഒരുത്തൻ തെറിച്ചു പോയപ്പോ അതുകുട്ടി ഒരുത്തൻ മാനസിക രോഗിയെ വട്ടനായി അവന്റെ ആയുസ് ജീവിച്ചു. കാരണം കുറ്റമില്ലെന്ന് കണ്ടിട്ട് മിലിയംബാസിലെ ആ കുറ്റമില്ലാത്ത രക്തത്തെ കൊണ്ട് ക്രൂശിച്ചോളാൻ അന്നത്തെ ആൾക്കാർ കേൾപ്പിച്ചു കൊടുത്തു. സ്തോത്രം. മനസ്സിലായവരൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. മൂന്നാമത്തെ കൂട്ടർ ഇസ്രായേൽ ജനം, യഹൂദന്മാർ. യഹൂദന്മാരെ രക്തത്തെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഇസ്രായേലിൽ കയറി പോകാൻ പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കൊല്ലാൻ എനിക്ക് കൊടുക്കാൻ പോകണം. മനസ്സിലായോ? ഓരോ വീടിനും ഓരോ വാർഡിനും ഓരോ കൊച്ചു റെസിഡൻസ് ഏരിയയ്ക്ക് ബങ്കറുകളുണ്ട്. എന്തിനാന്ന് പറയാം, ഏത് സമയവും ബോംബാക്രമണം ഉണ്ടാകും. മനസ്സിലായോ? എന്തിനാ അവന് എത്ര പേർക്ക് സ്വപ്നം ചെയ്യാൻ പറ്റും? ആ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ പേരും വീഴട്ടെ എന്ന് പറഞ്ഞപ്പോൾ തീർന്നില്ല കണക്ക്. ഇന്നും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഈ രക്തത്തോട്, നമ്മെ ശുദ്ധീകരിച്ച പരിശുദ്ധ രക്തത്തോട് ആമേ ജനത്തിൽ പ്രതികരിക്കുന്നു കേട്ടോ. ആമേ ഇന്ന് രാവിലെ മനസ്സിലാകുന്നവരൊക്കെ ഉണ്ട്. തമ്പുരാനോട് പറ, ആ രക്തത്തോട് ആത്മാവിൽ അനുകൂലമായി പ്രതികരിക്കാം. എനിക്ക് കൃപ തരണമേ എന്ന് പറ. കൈകൾ ഉയർത്തി പിടിച്ചോണ്ട് പറ.
അത് മറ്റൊന്നുമല്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പറയുന്നൊരു പാട്ടുണ്ട് വിജയഭാസ്കരെ. ഈ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ഭാഷയിലും ഉള്ളവര് അങ്ങേക്കായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയതുകൊണ്ട് കുഞ്ഞാളെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നെന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ. ഇന്ന് രാവിലെ സ്തോത്രം പറയാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. യേശുവോട് പറ, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തിന് ഞങ്ങൾ ആരാധന എന്ന് പറയാൻ പറ്റുമോ? എത്ര പേര് മനസ്സിലാവുന്നില്ല രാവിലെ? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ? ആത്മാവിനോട് ഹല്ലേലൂയ പറഞ്ഞേ. സഭയെന്താ പോലെ സ്വർഗത്തിൽ നിന്ന് പാടുന്ന പാട്ട് സ്തോത്രം. സ്വർഗത്തിൽ ചെന്ന സഭ പാടുന്ന പാട്ട് അങ്ങയുടെ രക്തം കൊണ്ട് കുഞ്ഞാടേ സകല ഗോത്രങ്ങളിലും സകല ഭാഷയിലും സകല വംശങ്ങളിലും ഉള്ളവരെ അങ്ങേക്കായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കി മാറ്റിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രമെന്ന് ഇന്ന് രാവിലെ കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുന്നവർ പറ. ആ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയത് കൊണ്ട്. രക്തം കൊണ്ടു മുദ്രയ